ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും മീരാസ് 111 ടാരോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങളിപ്പോൾ ഒരു സെപ്പറേഷൻ സ്റ്റേജിലൊക്കെ നിൽക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇനി ഈ ഒരു ബന്ധത്തിൽ നിന്നും പൂർണ്ണമായിട്ടും അകന്നു പോകുകയാണ്, അല്ലാന്നുണ്ടെങ്കിൽ മൂവ് ഓൺ ചെയ്യുകയാണ് എന്നുള്ള കാര്യം അവരെ അറിയിക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവരെ അറിയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സന്റെ ഒരു പ്രതികരണം ഏത് രീതിയിലായിരിക്കും, അവരുടെ ഒരു ആക്ഷനും അതുപോലെ തന്നെ റിയാക്ഷനും ഒക്കെ ഏത് രീതിയിലായിരിക്കും എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പൊ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആകണമെന്നില്ല. റെസനേറ്റ് ആകുന്നവർ ഞാനിതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആണെന്ന് തോന്നുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതൊരു ടൈംലെസ് ആൻഡ് ജനറൽ റീഡിംഗ് ആണ്. അതുപോലെ വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് നിങ്ങൾക്ക് അറിയണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കാം. അതിലൂടെ നല്ലൊരു ക്ലാരിറ്റിയും നല്ലൊരു ഗൈഡൻസും ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന ഒരു പേഴ്സണെ നിങ്ങളുടെ മനസ്സിലേക്ക് നന്നായിട്ട് ഓർക്കുക. അതോടൊപ്പം നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചാണെന്നുണ്ടെങ്കിലും പോസിറ്റീവായിട്ട് മാത്രം തിങ്ക് ചെയ്യുക. നെഗറ്റിവിറ്റി കാര്യങ്ങൾ ഒന്നും തന്നെ ലൈഫിലേക്ക് കണക്ട് ചെയ്യാതിരിക്കുക. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. Control, totality, change, innocence, courage, possibilities, adventure, healing, maturity, past lives, traveling, comparison, conditioning, new vision, turning in, integration, creativity, participation. ബോട്ട് ഓഫ് ദി ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്നത് ലവേഴ്സ് ആണ്. അപ്പൊ ഇതാണ് ഇന്നത്തെ ഒരു സ്പ്രെഡ് ആയിട്ട് നമുക്കിവിടെ വന്നിരിക്കുന്നത്. അപ്പൊ ആദ്യമേ തന്നെ പറയട്ടെ, വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സ്പ്രെഡ് തന്നെയാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഈ ഒരു റീഡിംഗ് കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് ആർക്കൊക്കെയാണ് ഈ ഒരു റീഡിംഗ് റെസനേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് ഒന്ന് നോക്കുക. അതനുസരിച്ച് നിങ്ങളെ ഒന്ന് കമന്റ് ചെയ്ത് അറിയിക്കുകയും കൂടെ ചെയ്യുക. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വന്നിരിക്കുന്ന സ്പ്രെഡ് എന്ന് പറയുന്നത് നിങ്ങളിൽ ആരുടെയൊക്കെ വ്യക്തികളുടെ ആണെന്നുണ്ടെങ്കിലും വലിയ രീതിക്ക് ഒരു മാറ്റങ്ങൾ അല്ലെങ്കിൽ വലിയ രീതിക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഒരു പോസിറ്റീവ് സൈൻ തന്നെയാണ് ഈ ഒരു സ്പ്രെഡിലേക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമുക്ക് എന്തായാലും സ്പ്രെഡിലേക്ക് വരാം. അപ്പൊ നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ നിന്നും പൂർണ്ണമായിട്ടും അകന്നു പോയി എന്നുള്ളത് മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവർ അറിയുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അവരുടെ ഒരു റിയാക്ഷൻ? ഇവിടെ നോക്കുവാണെങ്കിൽ ആദ്യമേ തന്നെ വന്നിരിക്കുന്നത് കൺട്രോൾ ആണ്. നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് മാറുകയാണോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സൺ ഒരു രീതിയിലുള്ള ആക്ഷൻസോ കാര്യങ്ങളോ എടുക്കാനുള്ള സാധ്യതകളില്ല. കാരണം അവരുടെ ഇമോഷൻസിനെ എല്ലാം അവർ കൺട്രോൾ ചെയ്ത് തന്നെ നിർത്തും. കാരണം അവർക്കറിയാം നിങ്ങൾ പോയാലും തിരിച്ചു വരും. ഒരുപക്ഷെ നിങ്ങൾ ഇതിന് മുന്നേയും ഇങ്ങനത്തെ ഒരു കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കാം. ഈ റിലേഷൻഷിപ്പിൽ നിന്ന് പൂർണ്ണമായിട്ടും പോകുവാണ് എന്നുള്ള രീതിക്ക് പോയിട്ട് നിങ്ങളായിട്ട് തന്നെ തിരിച്ചു വന്നിട്ടുണ്ടായിരിക്കാം. അതേ രീതിയിൽ തന്നെയാണ് അവർ ഈ റിലേഷൻഷിപ്പിനെ എടുക്കാനുള്ള സാധ്യത. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു ആക്ഷനെ അവർ ആ ഒരു രീതിയിലേ കാണുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അവരുടെ ഇമോഷൻസ് അവർ കൺട്രോൾ ചെയ്ത് മുന്നോട്ടേക്ക് തന്നെ പോകും. പക്ഷേ വീണ്ടും നിങ്ങളിൽ നിന്ന് യാതൊരുവിധ ആക്ഷനോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു മെസ്സേജോ കോളോ കാര്യങ്ങളോ ഒന്നും തന്നെ ചെല്ലുന്നില്ല എന്നുള്ളത് തോന്നി തുടങ്ങുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഒന്ന് ഡിസ്റ്റർബ്ഡ് ആവാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഡിസ്റ്റർബ്ഡ് ആവുന്ന ഒരു സമയത്ത് അവർക്ക് ഇമോഷൻസ് ഒക്കെ ഒന്ന് ഓപ്പൺ ആയി തുടങ്ങും. ഇമോഷൻസ് എന്ന് പറയുമ്പോൾ ആബ്സെൻസ് അവർക്ക് ഭയങ്കരമായിട്ടും ഒരു ഏകാന്തത അല്ലെങ്കിൽ ഒരു ഒറ്റപ്പെടലില് അവരുണ്ടാക്കാൻ അവരിൽ ആ ഒരു എനർജിയിലേക്ക് അവർ എത്താനായിട്ട് തുടങ്ങും. അങ്ങനെ വന്നു കഴിഞ്ഞാലും ഇവർ പെട്ടെന്ന് ഒരു ആക്ഷനോ കാര്യങ്ങളോ എടുക്കാനുള്ള സാധ്യതയൊന്നുമില്ല. ഇവർ ഭയങ്കരമായിട്ട് ഇമോഷൻസിനെ കൺട്രോൾ ചെയ്ത് തന്നെ മുന്നോട്ടേക്ക് പോകും. കാരണം നിങ്ങളായിട്ട് തന്നെ വരട്ടെ എന്നുള്ള ഒരു മെന്റാലിറ്റിയിൽ ഇവർ യാതൊരുവിധ ആക്ഷനോ കാര്യങ്ങളോ ഒന്നും എടുക്കില്ല. പക്ഷെ എന്നിട്ടും നിങ്ങൾ ഈ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ അനങ്ങുന്നില്ല അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും നിങ്ങൾക്കൊരു മാറ്റം സംഭവിച്ചു എന്നൊരു തോന്നൽ വരുമ്പോഴാണ് ഇവരുടെ ഈ ഒരു കൺട്രോൾ എന്ന് പറയുന്ന കാര്യം അവരുടെ കൈവിട്ട് പോവാനായിട്ട് തുടങ്ങുന്നത്. അല്ലെങ്കിൽ ആ ഒരു തോട്ട് അവർക്ക് മാറി തുടങ്ങുന്നത്. ആ ഒരു നിമിഷം മുതൽ നിങ്ങളുടെ പേഴ്സൺ തീർച്ചയായിട്ടും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാനായിട്ട് തുടങ്ങും. ടോട്ടാലിറ്റി ആണ്. എന്ന് വെച്ചാൽ നിങ്ങളും ഇവരും ഒരുമിച്ചുണ്ടായിരുന്ന ആ ഒരു സമയത്തെക്കുറിച്ച് ഇവർ ചിന്തിച്ചു തുടങ്ങും. എന്ന് വെച്ചാൽ നിങ്ങൾ ഇവരുടെ പുറകെ നടക്കുന്ന സമയത്ത്
അവർക്ക് നിങ്ങൾക്ക് ഇവരിലേക്ക് ഭയങ്കരമായ അഡിക്ഷൻ ആണ്. അവർക്ക് നിങ്ങളിലേക്ക് ഒരു അഡിക്ഷൻസോ കാര്യങ്ങളോ ഒന്നും അവർ കാണിക്കുന്നുണ്ടാവില്ല. കാരണം എപ്പോഴും പുറകെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ ആർക്കും ആരെയും ഒരു വാല്യൂ ഉണ്ടാവില്ല. അതൊരു പൊതുവായിട്ടുള്ള സത്യം തന്നെയാണ്. എന്നാ നിങ്ങളുടെ എനർജീനെ ഇൻക്രീസ് ചെയ്ത് നിങ്ങൾ അവിടെ നിന്നും ഒന്ന് മാറി നിൽക്കുമ്പോൾ നിങ്ങളുടെ വ്യക്തി ആ ഒരു സമയത്താണ് നിങ്ങളുടെ പ്രസൻസ് ആണെന്നുണ്ടെങ്കിലും ആബ്സെൻസ് ആണെന്നുണ്ടെങ്കിലും എന്താണ് എന്നുള്ളത് തിരിച്ചറിയുന്നത്. അങ്ങനെ വന്നു കഴിയുമ്പോഴാണ് ഒരുമിച്ചുണ്ടായിരുന്ന കാലം എത്ര മനോഹരമായിരുന്നു എന്നുള്ളത് അവർ ചിന്തിക്കാൻ തുടങ്ങുന്നത്. ഇന്നസെൻസ് എന്ന് പറയുമ്പോൾ വളരെ നിഷ്കളങ്കമായിട്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ നോക്കി കാണാനായിട്ട് തുടങ്ങും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു സ്നേഹത്തിന്റെ ആ ഒരു തീവ്രത അവർ മനസ്സിലാക്കി തുടങ്ങും. ആ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തിയിൽ ഒരു ചേഞ്ച് സംഭവിക്കും എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. എന്ന് വെച്ചാൽ അവർ ആ ഒരു സമയത്താണ് അവരുടെ ആ ഒരു ഇമോഷൻസ് ഒക്കെ പൂർണ്ണമായും പുറത്തേക്ക് വരുന്നത്. എന്നുവെച്ചാൽ നിങ്ങൾ മാറി നിൽക്കുമ്പോഴാണ് നിങ്ങളുടെ വ്യക്തി നിങ്ങൾ അവരുടെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ ആ ഒരു വാല്യൂ അവർ അറിഞ്ഞില്ലല്ലോ, മാറിക്കഴിഞ്ഞപ്പോഴാണല്ലോ ആ ഒരു ശൂന്യത അവർക്ക് അറിഞ്ഞു തുടങ്ങിയത് എന്നുള്ള രീതിയിലേക്ക് ചിന്തകൾ വരുന്നത്. ഇവിടെ നമുക്ക് ബോട്ട് ഓഫ് ദി ഡെക്ക് ആയിട്ടാണെന്നുണ്ടെങ്കിലും വന്നിരിക്കുന്ന ലവേഴ്സ് എനർജി ആണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് പ്രണയം തോന്നി തുടങ്ങും. പ്രണയം തോന്നി തുടങ്ങുക എന്ന് പറയുമ്പോൾ ഇവർക്ക് സ്നേഹം ഇല്ലാഞ്ഞിട്ടല്ല, ഇവർക്ക് കുറച്ചൊരു ഈഗോ കാര്യങ്ങളൊക്കെ ഉള്ളവരായിരിക്കാം ചിലപ്പോൾ. അല്ലെങ്കിൽ അവരുടേതായ ഒരു സ്വാർത്ഥതയ്ക്കോ അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴും ഇവരുടെ പുറകെ പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടിട്ട് അവർക്ക് നിങ്ങളോടുള്ള സ്നേഹം എത്രത്തോളാന്നുള്ളത് ഇവര് പോലും മനസ്സിലാക്കിയിട്ടില്ല. അപ്പൊ ആ ഒരു അകൽച്ച കാര്യങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു decision എടുത്ത് നിങ്ങൾ മാറുമ്പോഴാണ് നിങ്ങൾ അവർക്ക് കൊടുത്തിരിക്കുന്ന സ്നേഹമാണെന്നുണ്ടെങ്കിലും ഈ ഒരു relationship ല് ഇവര് നിങ്ങളെ അവഗണിച്ചപ്പോൾ നിങ്ങൾ ഏറ്റുവാങ്ങിയിരിക്കുന്ന വേദനകൾ എത്രത്തോളം ആണെന്നുണ്ടെങ്കിലും അവർ മനസ്സിലാക്കുന്നത്. ആ ഒരു നിമിഷത്തിലാണ് നിങ്ങളുടെ person നിങ്ങളോട് ഭയങ്കരമായ ആത്മാർത്ഥമായ ഒരു സ്നേഹം കൂടുതലായിട്ട് തോന്നി തുടങ്ങുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തി ആ ഒരു സമയത്ത് ആ ഒരു ചേഞ്ച് അത് തന്നെയാണ് ഇവിടെ കിട്ടിയിരിക്കുന്ന ട്രാൻസ്ഫോർമേഷൻ. ഈ റിലേഷൻഷിപ്പിൽ ഒരു മാറ്റം വേണം എന്നുള്ളത് അവരായിട്ട് തന്നെ തീരുമാനിച്ചു തുടങ്ങുന്ന ഒരു സമയം. അല്ലാന്നുണ്ടെങ്കിൽ അവർക്കൊരു പുതിയ ഉണർവ് വന്നു തുടങ്ങും. കാഴ്ചപ്പാടുകളുടെ വ്യത്യസ്തതയാണ്. ഗൈഡൻസ് എന്ന് പറയുമ്പോൾ എല്ലാ കാര്യങ്ങൾക്കും നിങ്ങളിൽ നിന്ന് അവർക്കൊരു ഗൈഡൻസോ കാര്യങ്ങളോ ഒക്കെ കൊടുക്കാറുണ്ടായിരുന്നിരിക്കാം. എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നങ്ങൾ വരുമ്പോൾ നിങ്ങൾ കൊടുത്തിരിക്കുന്ന സപ്പോർട്ട് അത് തന്നെയാണ് ആ ഒരു ഗൈഡൻസ്. അതൊന്നും അവർക്ക് ലഭിക്കുന്നില്ല. അപ്പൊ ഈ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ കൂടെ വേണം എന്നുള്ളത് വരുമ്പോൾ അവരൊരു സ്പിരിച്വൽ കണക്ഷനിലേക്ക് മാറാനുള്ള സാധ്യതകളുണ്ട്. ഹീലിംഗ് പ്രോസസ് ആണ്. സ്വയം തന്നെ ഹീൽ ചെയ്യുക എന്ന് വെച്ചാൽ അവരുടെ ക്യാരക്ടറുകൾക്കാണെന്നുണ്ടെങ്കിലും അവരുടെ സ്വഭാവ രീതികൾക്കാണെന്നുണ്ടെങ്കിലും പൂർണ്ണമായിട്ടും ഒരു മാറ്റം കൊണ്ടുവരണം. ഈ റിലേഷൻഷിപ്പിന്റെ മുന്നോട്ടേക്കുള്ള ഒരു പോക്ക് ഇനി വേണമെന്നുണ്ടെങ്കിൽ സ്വയം തന്നെ തിരുത്താനായിട്ട് നിങ്ങളുടെ വ്യക്തി തയ്യാറാകും. ആ ഒരു ട്രാൻസ്ഫോർമേഷന് വേണ്ടിയിട്ട് അവർ സ്വയമേ തന്നെ ആക്ഷൻ എടുത്തു തുടങ്ങും. നിങ്ങൾക്കിടയിലുള്ള ആ ഒരു തടസ്സങ്ങൾ അത് എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ അവരായിട്ട് തന്നെ അതിനെ ബ്രേക്ക് ത്രൂ ആണ് വന്നിരിക്കുന്നത്. പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് വരാൻ തയ്യാറെടുക്കും. അതായത് നിങ്ങളുടെ പേഴ്സന്റെ റിയാക്ഷൻ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആക്ഷൻ എന്ന് പറയുന്നത് വളരെ സഡൻ ആയിട്ട് തന്നെ നിങ്ങളിലേക്ക് കടന്നു വരിക എന്നുള്ളതാണ്. കാരണം ഈ ഒരു ബന്ധത്തിൽ എല്ലാ രീതിയിലും ഒരു സന്തോഷവും സമൃദ്ധിയും അല്ലെങ്കിൽ ആ ഒരു സന്തോഷകരമായ പരിസമാപ്തി ഈ ഒരു ബന്ധത്തിന് അനിവാര്യമാണ്. റീബർത്ത് ആണ് വന്നിരിക്കുന്നത്. അവരുടെ ഒരു ആക്ഷൻ എന്ന് പറയുന്ന റിലേഷൻഷിപ്പിന്റെ റീകൺസിലേഷൻ നടത്തുക എന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും ഒരു ഉയർത്തെഴുന്നേൽപ്പാണ്, ഒരു ന്യൂ ബിഗിനിങ്. വൈകാരികപരമായിട്ട് നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ ഒരു പുതിയ തുടക്കം വേണം എന്ന് ആഗ്രഹിച്ച് അവർ തന്നെ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ വരിക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളോട് സംസാരിക്കുക, നേരിട്ടാണെന്നുണ്ടെങ്കിലും നിങ്ങളെ കാണാൻ വരിക, ആ ഒരു മെന്റാലിറ്റിയിലേക്കൊക്കെ മാറുക. ഈ ഒരു റിലേഷൻഷിപ്പിലെ എല്ലാ രീതിക്കും ആ ഒരു ഫ്ലവറിങ് കൊണ്ടുവരണം. കാരണം we are the world, നമ്മളാണ് നമ്മളുടെ ലോകം എന്നുള്ളത് ഇവരായിട്ട് സ്വയമേ തന്നെ തിരിച്ചറിയുന്ന ഒരു നിമിഷമാണ് നിങ്ങളുടെ ഈ ഒരു ആക്ഷനിലൂടെ വരാനായിട്ട് പോകുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ എടുക്കാൻ പോകുന്ന ഈ ഒരു ഡിസിഷനിലൂടെ നിങ്ങളുടെ വ്യക്തിക്ക് സംഭവിക്കാൻ പോകുന്ന മാറ്റം എന്ന് പറയുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ആ ഒരു തീവ്രത മനസ്സിലാക്കുന്നു. അല്ലെങ്കിൽ നിങ്ങൾ എന്ന് പറയുന്ന പേഴ്സൺ എന്തായിരുന്നു അവരുടെ ലൈഫിൽ എന്നുള്ളത് അവർ സ്വയമേ തിരിച്ചറിയുന്ന ഒരു നിമിഷമാണ് ഈ ഒരു കാര്യത്തിലൂടെ സംഭവിക്കാനായിട്ട് പോകുന്നത്. ഇപ്പൊ നിങ്ങളൊരു കമ്മിറ്റ്മെന്റ് ലവേഴ്സ് ഒക്കെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഒരു വിവാഹം പോലുള്ള കമ്മിറ്റ്മെന്റിലേക്കൊക്കെ പോകാൻ നിന്നിട്ട് ഇവര് വലിയ കാര്യമായിട്ട് താല്പര്യം കാണിക്കുന്നില്ല. റിലേഷൻഷിപ്പ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്, എന്നാൽ അതൊരു ഗ്രോത്ത് ഇല്ലാതെ പോകുന്ന ഒരു അവസ്ഥ. അങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷനിൽ പോയവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ ഒരു ചേഞ്ച് അല്ലെങ്കിൽ നിങ്ങൾക്ക് വന്നിരിക്കുന്ന ഈ ഒരു മാറ്റത്തിലൂടെ നിങ്ങൾ ഇങ്ങനത്തെ ഒരു തീരുമാനം എടുക്കുന്നതിലൂടെ തീർച്ചയായിട്ടും അവരായിട്ട് തന്നെ ഒരു കമ്മിറ്റ്മെന്റ് തരാനായിട്ട് നിങ്ങളിലേക്ക് വന്നെടുക്കുക തന്നെ ചെയ്യും. നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ ആ ഒരു സോൾ ബ്രിഡ്ജ് പണിയുക അല്ലെങ്കിൽ ആ ഒരു സോൾ ടൈ കൊണ്ടുവരിക. നിങ്ങൾ ഒട്ടും ഇവരിൽ നിന്ന് വിട്ടു പോകരുത് എന്ന് ആഗ്രഹിച്ച് അവർക്ക് ആ ഒരു സ്നേഹം മനസ്സിലാക്കി അവർ ആ ഒരു സെലിബ്രേഷന് തയ്യാറാകും. സെലിബ്രേഷൻ എന്ന് പറയുമ്പോൾ ഒന്നിച്ചുള്ള ആ ഒരു ജീവിതം, അതിപ്പോൾ ലവേഴ്സ് ആയിക്കൊള്ളട്ടെ, നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് എങ്ങനെയാണോ
നിങ്ങളുടെ ആ ഒരു ബന്ധം എന്താണോ അതനുസരിച്ച് നിങ്ങൾ കണക്ട് ചെയ്യുക. കാരണം ഈ റിലേഷൻഷിപ്പ് ഒരിക്കലും അസ്തമിച്ച് പോകരുത്, കെട്ട് പോകരുത് എന്ന് ആഗ്രഹിച്ച് അതിന്റെ സക്സസ് അല്ലെങ്കിൽ അത് നിലനിർത്തണം എന്ന് ചിന്തിക്കുന്ന ഒരു മെന്റാലിറ്റിയിലേക്ക് മാത്രമായിട്ട് ഇവർ മാറും. മറ്റെന്ത് കാര്യങ്ങളിലേക്കാണോ അവരിപ്പോ ഫോക്കസ് ചെയ്ത് നിങ്ങളെ മാറ്റി നിർത്തിയിരിക്കുന്നത് അതൊന്നും അവരുടെ ലൈഫിൽ ഒന്നും അല്ല. നിങ്ങളാണ് അവരുടെ ലൈഫിലെ മെയിൻ ആയിട്ടുള്ള ഒരു പാർട്ട് എന്നുള്ളത് അവർ സ്വയം തിരിച്ചറിയും. ഇതുവരെ അവര് നിങ്ങളെക്കുറിച്ച് കാര്യമായിട്ട് ചിന്തിച്ചിട്ടില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ പിന്നീട് മുന്നോട്ടേക്ക് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് മാത്രമായിട്ടുള്ള ഒരു ചിന്തകളിലേക്ക് മാറും. ഡ്രീം എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങളെ സ്വപ്നം കാണുക, നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുക, അവരുടെ എനർജിയിലേക്ക് നിങ്ങളെ അട്രാക്ട് ചെയ്യുക. കാരണം പൂർണ്ണമായും നഷ്ടപ്പെട്ടു എന്നൊരു തോന്നൽ വന്നു കഴിയുമ്പോഴാണ് ഇവർക്ക് നിങ്ങളുടെ വാല്യൂ മനസ്സിലാവുള്ളൂ. ഈ ഒരു സ്പ്രെഡിൽ വന്നിരിക്കുന്ന പേഴ്സന്റെ എനർജി അങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോഴേക്കുമാണ് അവർക്ക് ആ ഒരു സ്ട്രെസ് വന്ന് തുടങ്ങുകയുള്ളൂ. എന്നുവെച്ചാൽ നഷ്ടപ്പെടുത്തി കളഞ്ഞു എന്നൊരു ചിന്ത വരുമ്പോഴാണ് അവർ ആ ഒരു ഡിപ്രഷൻ അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ ആ ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള മൊമെന്റിലേക്ക് മാറുന്നത്. പിന്നെ എങ്ങനെയെങ്കിലും നിങ്ങളെ തിരിച്ചു വേണം എന്നുള്ളതിന് വേണ്ടിയിട്ടൊരു അലച്ചിലായിരിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു സോഴ്സ് കണ്ടുപിടിക്കാനുള്ള ആ ഒരു അലച്ചില് അല്ലെങ്കിൽ ആ ഒരു യാത്ര അതിലേക്ക് തന്നെ അവർ എത്തിപ്പെടും. കാരണം നിങ്ങൾ അവരുടെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ അവർക്ക് എല്ലാവരും ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ആ ഒരു ഫീൽ ആയിരുന്നു. നിങ്ങൾ അവരിൽ നിന്ന് മാറിക്കഴിഞ്ഞപ്പോഴേക്കുമാണ് aloneness ആണ്. ഒറ്റപ്പെടൽ എന്താണ് എന്നുള്ളത് അവർ മനസ്സിലാക്കിയത്. ഇവരുടെ കൂടെ ചിലപ്പോൾ എല്ലാവരും ഉണ്ടായിരിക്കാം, ഫാമിലി ഉണ്ടായിരിക്കാം, ഫ്രണ്ട്സ് ഉണ്ടായിരിക്കാം. പക്ഷേ നിങ്ങൾ മാറിക്കഴിയുമ്പോൾ അവർക്ക് അതൊന്നും ഒരു സന്തോഷം നൽകില്ല. അപ്പൊ നിങ്ങളുടെ ആ ഒരു presence എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തിയെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവര് നിങ്ങളോട് ഭയങ്കരമായിട്ടൊന്നും ഒരു commitment ഓ കാര്യങ്ങളോ ഒക്കെ തരാതെ നിൽക്കുകയാണെങ്കിൽ പോലും നിങ്ങളുടെ presence നിങ്ങൾ അറിയാതെ അല്ലെങ്കിൽ അവര് പോലും അറിയാതെ enjoy ചെയ്തിരുന്ന വ്യക്തികളാണ്. പക്ഷേ ഈ മാറി നിന്ന സമയത്താണ് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവരും കുറച്ചുകൂടെ effort എടുത്തിരുന്നെങ്കിൽ ഈ relationship എന്ന് പറയുന്നത് ഓരോ നിമിഷത്തിലും ഏറ്റവും മനോഹരമായിട്ട് തന്നെ കൊണ്ടുപോകാമായിരുന്നു എന്നുള്ളത്. ഈ ഒരു രീതിയിലേക്കൊക്കെയാണ് നിങ്ങളുടെ പേഴ്സന്റെ ഇമോഷൻസ് ആണെങ്കിലും തോട്ട്സ് ആണെന്നുണ്ടെങ്കിലും അവരുടെ ഒരു റിയാക്ഷൻസ് അവരുടെ മനസ്സിലാണെന്നുണ്ടെങ്കിലും ഒക്കെ നടക്കാനായിട്ട് പോകുന്നത്. ഇവിടെ കറേജ് ആണ് വന്നിരിക്കുന്നത്. പിന്നീട് അങ്ങോട്ടേക്ക് അവര് ഈ ഒരു ബന്ധം എവിടെയാണോ നിലച്ചു പോയത് അതിൽ നിന്നും ഒരു ഉയർത്തെഴുന്നേൽപ്പ് വേണമെന്ന് ആഗ്രഹിച്ച് അല്ലെങ്കിൽ അതിന്റെ ഒരു വളർച്ച വേണമെന്ന് ആഗ്രഹിച്ച് പോസിബിലിറ്റീസ് ആണ്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു അലച്ചിൽ. അലച്ചിൽ എന്ന് പറയുമ്പോൾ നിങ്ങളെ പിന്നെ വാച്ച് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളെ സ്പൈ ചെയ്യുക. നിങ്ങൾ പറഞ്ഞത് സത്യം തന്നെയാണോ? എന്തുകൊണ്ടാണ് നിങ്ങൾ പൂർണ്ണമായിട്ടും വിട്ടുമാറിപ്പോയത്? ഇതിനു മുമ്പ് നിങ്ങൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ടല്ലോ, എന്നിട്ട് തിരിച്ചു വന്നിട്ടുണ്ടല്ലോ. അപ്പൊ ഇനി നിങ്ങൾ മറ്റേതെങ്കിലും റിലേഷൻഷിപ്പിലേക്ക് പോയിട്ടാണോ? നിങ്ങളുടെ ലൈഫിലേക്ക് മറ്റാരെങ്കിലും വന്നിട്ടുണ്ടോ? പൂർണ്ണമായിട്ട് ഇവരെ നിങ്ങൾ വിട്ടകന്നോ? അങ്ങനത്തെ ചിന്തകൾ ഇവരെ കാട് കയറി ചിന്തിക്കാൻ തുടങ്ങും. പിന്നെ എങ്ങനെയെങ്കിലും നിങ്ങളെ തിരിച്ചു പിടിക്കാനായിട്ടുള്ള ഒരു വഴി കണ്ടെത്താനുള്ള ഒരു ഓട്ടത്തിൽ തന്നെ നിങ്ങളുടെ പേഴ്സൺ വരാനുള്ള സാധ്യതകൾ നമുക്കിവിടെ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ കാണിക്കുന്നുണ്ട്. പക്ഷേ adventure ആണ്. അവർ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇത്രയും നാളും നിങ്ങൾ അവരുടെ പുറകെ നടന്നു. അപ്പോഴൊന്നും നിങ്ങൾക്ക് വേണ്ടത്ര പരിഗണന ഇവർ നൽകിയിട്ടില്ല. പക്ഷെ ഇനി നിങ്ങളിലേക്ക് വരിക എന്ന് പറയുമ്പോൾ അതൊരു നിസ്സാര ടാസ്ക് അല്ല, adventure ആണ്. സാഹസികപരമായിട്ടുള്ള ഒരു യാത്രയാണ്. ഒന്ന് എന്ന് പറയുന്നത് ഇവരുടെ ഈഗോ. ആ ഒരു ഈഗോ പൂർണ്ണമായിട്ട് മാറ്റി വെക്കേണ്ടതായിട്ട് വരും. രണ്ട് എന്ന് പറയുന്നത് നിങ്ങളെ ഇനി കൺവിൻസ് ചെയ്തെടുക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ അത്രയും വേദനയിൽ നിന്നിട്ടായിരിക്കും ഒരുപക്ഷെ അത്രയും സ്നേഹം കൊടുത്തവർക്ക് മാത്രമാണ് അത്രയും മാറിപ്പോകാനും സാധിക്കുകയുള്ളൂ. അപ്പൊ നിങ്ങൾ അത്രയും വേദനിച്ചുകൊണ്ടായിരിക്കും മാറിപ്പോയിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുന്നത് കൊണ്ട് തന്നെ ഇനി നിങ്ങളെ കൺവിൻസ് ചെയ്തെടുക്കുക എന്ന് പറയുമ്പോൾ നിസ്സാരമായ ഒരു കാര്യമല്ല. അത് കുറച്ചൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ളത് അവർ തിരിച്ചറിയും. അതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ഇതുവരെ ഒരു കുട്ടിക്കളിയായിട്ടൊക്കെ കണ്ട് തട്ടിക്കളിച്ച് പോയവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന ഈ ഒരു സമയം അല്ലെങ്കിൽ നിങ്ങൾ അവരിൽ നിന്ന് മാറിപ്പോകുന്ന ഈ ഒരു സമയത്ത് അവർക്ക് ആ ഒരു മെച്യൂരിറ്റി കൈവരും. ഓരോ കാര്യങ്ങളെയും നോക്കി കാണാനും വളരെ യുക്തിപൂർവ്വം ചിന്തിച്ച് പ്രവർത്തിച്ച് ചെയ്യാനുമുള്ള ഒരു മെച്യൂരിറ്റി കൈവരുന്നതിലൂടെ സ്വന്തമായിട്ട് തന്നെ അവരൊരു ഹീലിംഗിന് തയ്യാറാകും. എന്ന് വെച്ചാൽ അവരുടെ ഭാഗത്തുള്ള തെറ്റുകളെല്ലാം പൂർണ്ണമായിട്ടും മാറ്റി അല്ലെങ്കിൽ അവരുടെ കാഴ്ചപ്പാടുകൾ, അവരുടെ ക്യാരക്ടർ, സ്വഭാവം അതുകൊണ്ടൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിനെല്ലാം മാറ്റിയിട്ട് നിങ്ങളെ കേൾക്കാനുള്ള ഒരു മനസ്സ്, നിങ്ങൾക്കായിട്ട് സമയം നൽകുക, നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ നിലനിൽപ്പിന് വേണ്ടി എന്തൊക്കെയാണോ ചെയ്യേണ്ടത് ആ ഒരു കാര്യങ്ങളെല്ലാം തന്നെ അവർ സ്വയം ഏറ്റെടുക്കാനായിട്ട് തയ്യാറാകും. കാരണം ഇവിടെ past leaves ആണ് വന്നിരിക്കുന്നത്. പഴയ ഓർമ്മകൾ, നിങ്ങൾ ഒരുമിച്ച് ഉണ്ടായിരുന്ന ആ ഒരു ഓർമ്മകൾ ഇവരെ ഒരു വേട്ടയാടിക്കൊണ്ടേയിരിക്കും. നിരന്തരമായിട്ട് ആ ഒരു വേട്ടയാടൽ ഇവരിലേക്ക് വരുമ്പോൾ ഇവർക്ക് എങ്ങനെയെങ്കിലും ഒന്ന് ഇതിനകത്തൊരു മാറ്റം വേണം എന്നൊരു ചിന്തകളിലേക്ക് വരും. അപ്പൊ ഇവിടെ വന്നിരിക്കുന്ന ഒരു എനർജി പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു റീഡിംഗ് ആയിട്ട് നിങ്ങൾക്ക് ഇതിനെ കണക്ട് ചെയ്യാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു രീതിയിലേക്ക് ഒരു ചേഞ്ച് ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇതുപോലെ ഒരു റിയാക്ഷൻ വേണം. നിങ്ങൾ ഇങ്ങനെ എന്തെങ്കിലും ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ വ്യക്തിയിൽ ഒരു മാറ്റങ്ങൾ സംഭവിക്കാനായിട്ട് പോകുന്നത്.
അപ്പൊ അങ്ങനെ വന്നു കഴിയുമ്പോൾ നിങ്ങളുടെ ഓർമ്മകളാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ കഴിഞ്ഞുപോയ കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും നിരന്തരമായിട്ട് ഇവരെ ഇങ്ങനെ പിന്തുടരുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ട്രാവലിംഗ് ആണ് നിങ്ങളിലേക്ക് എത്താനായിട്ട് അവർ തീരുമാനിക്കും. ഇവിടെ നിങ്ങൾക്ക് ആദ്യം ഒരു പോസിബിലിറ്റി എന്ന് വെച്ചാൽ നിങ്ങളെക്കുറിച്ച് സ്പൈ ചെയ്യുക, നിങ്ങളെക്കുറിച്ച് അറിയാൻ ശ്രമിക്കുക ഒക്കെ ചെയ്തിട്ടും ഒന്നും അവർക്ക് അറിയാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഒരു ഇമോഷൻസും പുറത്തേക്ക് പ്രകടിപ്പിക്കാതെ വളരെ സൈലന്റ് ആയിട്ടാണ് താല്പര്യം ഇല്ല എന്നുള്ള രീതിക്ക് അകന്ന് മാറിയിരിക്കുന്നത്. അങ്ങനെ വന്നു കഴിയുമ്പോൾ അവർക്ക് ഒന്നും തന്നെ നിങ്ങളിൽ നിന്ന് ലഭിക്കുന്നില്ല, ഒരു അറിവും ഇല്ലാതെ വരുമ്പോൾ അവർ വളരെ പെട്ടെന്ന് ട്രാവലിംഗ് എന്ന് പറയുമ്പോൾ ചിലവരെ സംബന്ധിച്ച് നേരിട്ട് കാണാനുള്ള സാധ്യതകളുണ്ട്. മറ്റു ചിലവരെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ ഫോൺ ത്രൂ ആയിരിക്കാം. ഇവർ എന്തായാലും ഒരു ട്രാവലിംഗ് ഇവിടെ കാണിക്കുന്നുണ്ട്. നിങ്ങളിലേക്ക് എത്താനുള്ള ഒരു സാധ്യത വളരെ പോസിറ്റീവ് ആയിട്ട് കാണുന്നുണ്ട്. നിങ്ങളിലേക്ക് എത്തുക എന്നുള്ളത് മാത്രമല്ല, നിങ്ങൾ ഒരുമിച്ച് കുറച്ചധികം സമയം സ്പെൻഡ് ചെയ്യുക. നിങ്ങളെ കേൾക്കാനും ഇവർ പറയുന്നത് കേൾക്കാനും പരസ്പരം എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിലും അതൊക്കെ ഒന്ന് പറഞ്ഞു തീർത്ത് ഒരു ക്ലാരിറ്റി വരുത്തുക. ഒരുപാട് കണ്ടീഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വെച്ചൊരു വ്യക്തിയായിരിക്കും ഇവര്. കണ്ടീഷൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യരുതെന്നോ ഇങ്ങനെ ചെയ്യരുതെന്നോ ഒക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഇവർ കണ്ടീഷൻ വെച്ചിട്ടുണ്ടായിരിക്കാം. എന്നാൽ ഇപ്പൊ ഈ ഒരു ഹീലിംഗ് പ്രോസസ്സിലൂടെ ഇവരുടെ ആ ഒരു രീതികൾക്കൊക്കെ മാറ്റങ്ങൾ വരികയാണ്. കാരണം ഇവിടെ വന്നിരിക്കുന്നത് ന്യൂ വിഷൻ ആണ്. അവരുടെ കാഴ്ചപ്പാടുകൾ മാറി തുടങ്ങിയിരിക്കുന്നു, അല്ലെങ്കിൽ മാറി തുടങ്ങാനായിട്ട് പോകുന്നു നിങ്ങളുടെ ഈ ഒരു ആക്ഷനിലൂടെ. അങ്ങനെ വന്നിരിക്കുന്നതുകൊണ്ടാണ് അവരുടെ കണ്ടീഷൻസ് കാര്യങ്ങളെല്ലാം പൂർണ്ണമായിട്ട് മാറ്റി ഇതുവരെ പോയിക്കൊണ്ടിരുന്ന രീതിയിലല്ലാതെ മറ്റൊരു വഴിയിലൂടെ ഈ റിലേഷൻഷിപ്പിനെ വഴിതിരിച്ചു വിടുക. അതാണ് ടേണിംഗ് ഇൻ എന്ന് പറയുമ്പോൾ. കാരണം ഇവരുടെ ഉള്ളിൽ കുറെ ഒരു ഈഗോ കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ഒരു നെഗറ്റിവിറ്റി ഈഗോ കാര്യങ്ങളെല്ലാം ആ ഒരു സ്പിരിച്വൽ കണക്ഷനിലേക്ക് വന്ന് കംപ്ലീറ്റ്ലി ഇവർ റിലീസ് ചെയ്യിക്കാൻ തയ്യാറാകും. അങ്ങനെ പൂർണ്ണമായി റിലീസ് ചെയ്യിച്ച് കഴിയുമ്പോൾ ഇവിടെ കമ്പാരിസൺ പോലും നടക്കും എന്നുള്ളതാണ് കാണുന്നത്. കമ്പാരിസൺ എന്ന് പറയുമ്പോൾ നിങ്ങളെയും ഇവരെയും വെച്ച് ഇവർ കമ്പയർ ചെയ്യാൻ തുടങ്ങും. അതുപോലെ ഇവർ എന്തെങ്കിലുമൊക്കെ സിറ്റുവേഷനിലേക്ക് പോയവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു തേർഡ് സിറ്റുവേഷൻ നിങ്ങൾ എല്ലാം കൂടെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും മനോഹരമായിട്ട് അവർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് നിങ്ങളുമായിട്ടുള്ള ഒരുമിച്ചുണ്ടായിരുന്ന നിമിഷങ്ങൾ തന്നെയാണ്. ആ ഒരു നിമിഷങ്ങൾ വരുന്ന നിമിഷത്തിലാണ് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോട് ആ ഒരു പ്രണയം, ആത്മാർത്ഥത ഇതെല്ലാം തോന്നി തുടങ്ങുന്നത്. അങ്ങനെ വരുന്ന സമയത്താണ് നിങ്ങളുടെ പേഴ്സൺ ഈ റിലേഷൻഷിപ്പിനെ മറ്റൊരു രീതിയിലേക്ക് കൊണ്ടുപോകണം, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന വാക്കുകൾക്കും കുറച്ച് കൂടുതലായിട്ട് ഒരു പ്രാധാന്യം കൊടുക്കണം. ഇവർ പറയുന്നത് പോലെ മാത്രമല്ല ലൈഫ്, നിങ്ങളും കൂടെ പറയുന്ന വാക്കുകൾ അനുസരിച്ച് രണ്ടുപേരും തുല്യതയോട് കൂടി ഇതിനെ നിലനിർത്തുമ്പോൾ ഇവിടെ ഇന്റഗ്രേഷൻ ആണ് വന്നിരിക്കുന്നത്. രണ്ടുപേരും ഒരുപോലെ തന്നെ എഫേർട്ട് എടുക്കുകയും രണ്ടുപേരുടെ വാക്കുകൾക്കും തുല്യതയോട് കൂടി ഒരു പ്രാധാന്യം നൽകി മുന്നോട്ടേക്ക് കൊണ്ടുപോവുകയും ചെയ്യുമ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിലും പാർട്ടിസിപ്പേഷൻ ആണ്. എന്ന് വെച്ചാൽ ഒരുപോലെ തന്നെ കൊണ്ടുപോകുമ്പോഴാണ് അതിന് ആ ഒരു ബ്യൂട്ടി കൈവരുന്നത്, അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിന്റെ ഭംഗി എന്ന് പറയുന്നത് രണ്ടുപേരും ഒരുപോലെ നിൽക്കുമ്പോഴാണ്. ഒരാൾ മാത്രം എഫേർട്ട് എടുത്ത് നിന്ന് കഴിഞ്ഞാൽ ഒരു റിലേഷൻഷിപ്പിലും ഭംഗി ഉണ്ടാവില്ല. അപ്പൊ ആ ഒരു ഭംഗി നിലനിർത്താനായിട്ട് ഇവര് തീർച്ചയായിട്ടും തയ്യാറെടുക്കും എന്നുള്ളത് തന്നെയാണ് നമുക്കിവിടെ കാണുന്നത്. ഇവിടെ ക്രിയേറ്റിവിറ്റി വന്നിട്ടുണ്ട്. നിങ്ങൾ ഇവരുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഇവർ ആദ്യമേ തന്നെ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ എഫേർട്ട് ചെയ്തിരുന്നെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ റിലേഷൻഷിപ്പ് എത്രത്തോളം മനോഹരമായിട്ട് പോയേനെ എന്നുള്ളതൊക്കെ ഇവർ ക്രിയേറ്റ് ചെയ്യും. എന്ന് വെച്ചാൽ കഴിഞ്ഞു പോയ കാര്യമാണെന്നുണ്ടെങ്കിലും ഇവർക്ക് ആ ഒരു നഷ്ടബോധം തോന്നി തുടങ്ങുന്ന സമയത്ത് അവർ ഭയങ്കരമായിട്ട് ക്രിയേറ്റ് ചെയ്യും, നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യും. അതുപോലെ മുന്നോട്ടേക്കുള്ള കാര്യങ്ങൾ പോലും അവർ ക്രിയേറ്റ് ചെയ്ത് വെക്കും. ഇനി നിങ്ങളുടെ ലൈഫിലേക്ക് ഇവർ തിരിച്ചു വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങളെ ഇവരുടെ ലൈഫിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ മുന്നോട്ടേക്ക് എങ്ങനെയായിരിക്കണം റിലേഷൻഷിപ്പ് പോകേണ്ടത്, നിങ്ങൾക്ക് നല്ല പ്രാധാന്യം നൽകണം, നിങ്ങളെ കുറേയധികം കേട്ടിരിക്കാൻ തയ്യാറാകണം. അതുപോലെ നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ യാത്രകൾ പോവാന്നൊക്കെ പറഞ്ഞിട്ട് ഇവര് കൊണ്ടുപോവാതെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ ഡ്രീംസ്, കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളൊക്കെ ഇവര് സാധിച്ചു തരാതിരിക്കുകയോ അതുപോലെ എന്ത് രീതിയിലുള്ള ആണെന്നുണ്ടെങ്കിലും ആ ഒരു വാക്കുകളൊക്കെ പാലിക്കാൻ തയ്യാറാവുക. അതുപോലെ നിങ്ങളായിട്ട് ഒരുമിച്ച് എവിടെയെങ്കിലുമൊക്കെ സമയം സ്പെൻഡ് ചെയ്യുക. നിങ്ങളുടേതായ കുറേയധികം മെമ്മറീസ്, ആ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെമ്മറീസ് റിലേഷൻഷിപ്പിൽ മുന്നോട്ടേക്ക് ഫ്യൂച്ചറിലേക്ക് കൊണ്ടുവരണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് തന്നെ ഇവർ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങളെ ആ ഒരു കാണാനായിട്ട് വരവില് ഒരുപാട് കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ട് വരാനുള്ള സാധ്യതകൾ ആ ഒരു രീതിയിലൊക്കെയാണ് നമുക്കിവിടെ കാണിക്കുന്നത്. അപ്പൊ ഇവിടെ വന്നിരിക്കുന്ന ആ ഒരു എനർജി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പേഴ്സന്റെ എനർജി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു രീതിക്കാണ് സ്പ്രെഡ് കിട്ടിയിരിക്കുന്നത്. വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ചേഞ്ച് നിങ്ങളുടെ വ്യക്തിയിൽ വരാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അവർക്ക് തന്നെ സ്വയമേ ഒരു ചേഞ്ച് വേണമെന്ന് അവരായിട്ട് തന്നെ ആഗ്രഹിച്ച് അതിനു വേണ്ടി അവർ സ്വയം തയ്യാറാകും. സഡൻ ആയിട്ടൊരു ചേഞ്ച് അല്ല. കാരണം ആദ്യമേ തന്നെ നമ്മൾ പറഞ്ഞായിരുന്നു, നിങ്ങൾ പെട്ടെന്ന് മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ പ്രത്യേകിച്ച് നിങ്ങളെ മൈൻഡ് ചെയ്യാനുള്ള സാധ്യതയില്ല. കൺട്രോൾ ആണ്. അവർക്കൊരു ഞെട്ടലൊക്കെ തോന്നും, പക്ഷെ അവർ കൺട്രോൾ ചെയ്യും. കാരണം നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് ഇതിന് മുമ്പും ഇതുപോലെ ചെയ്തിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ റിലേഷൻഷിപ്പ് നിർത്തുവാണ് എന്നുള്ള രീതിക്ക് നിങ്ങൾ മാറിപ്പോയിട്ട് വീണ്ടും ഇവരിലേക്ക് ചെന്നിട്ടുണ്ട്, അങ്ങനത്തെയൊക്കെ ചെയ്തിട്ടുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ഇവർ പെട്ടെന്ന് ഒരു ആക്ഷൻ എടുക്കാത്തത്.
പക്ഷെ എന്നിട്ടും നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരു മാറ്റവും ഇല്ല എന്നുള്ളത് ഇവർ റിയലൈസ് ചെയ്യുന്ന നിമിഷത്തിലാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ മിസ് ചെയ്യാനായിട്ട് പോകുന്നത്. അവരത് സ്വയം തിരിച്ചറിയാൻ പോകുന്നു. ഒരിക്കലും അവർക്ക് ഈ ഒരു പൂർണ്ണമായിട്ട് കൺട്രോൾ ചെയ്ത് വെച്ചിട്ട് പൂർണ്ണമായിട്ട് മാറാനായിട്ട് സാധിക്കില്ല. ഈ ഒരു സ്പ്രെഡിൽ വന്നിരിക്കുന്ന വ്യക്തി നിങ്ങളുടേതാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങൾ പോയി എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവർ അവരുടേതായ ലോകത്തിലേക്ക് മാറിപ്പോകില്ല. കാരണം ആ ഒരു രീതിയിലാണ് നമുക്ക് ഇവിടെ വന്നിരിക്കുന്ന സ്പ്രെഡ്. നിങ്ങൾ കണ്ടതാണ് ഈ ഒരു സ്പ്രെഡ് എന്താണെന്നുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തിയുടെ എനർജി ആണെന്നുണ്ടെങ്കിൽ അവർ ആക്ഷൻ എടുക്കും എന്നുള്ളത് തന്നെയാണ് കാണുന്നത്. അല്ലെങ്കിൽ അവർ ആ ഒരു ചേഞ്ചിന് തയ്യാറാകും. അവരെ തന്നെ സ്വയം മാറ്റി നിങ്ങളുടെ ബന്ധത്തിന്റെ വളർച്ച വീണ്ടെടുക്കാനും ഇതിനകത്തൊരു റീബർത്ത് കൊണ്ടുവന്ന് വളരെയധികം പ്രണയത്തോടു കൂടി അല്ലെങ്കിൽ സ്നേഹത്തോടു കൂടി നിങ്ങളെ ചേർത്ത് നിർത്താനും അവരുടെ ഭാഗത്തു നിന്നും ആക്ഷൻ ഉണ്ടാവും. അപ്പൊ ഈ ഒരു രീതിയിലാണ് നമ്മുടെ ഇന്നത്തെ ഒരു റീഡിംഗ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് എത്ര പേർക്കാണ് റെസനേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് കമന്റ് ചെയ്ത് അറിയിക്കണം. അതുപോലെ റെസനേറ്റ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള എനർജീനെ ആ ഒരു സ്ട്രോങ് ബോണ്ടിങ്ങിനായിട്ട് ക്ലെയിം ചെയ്യാവുന്നതുമാണ്. അപ്പൊ റീഡിങ്ങുമായിട്ട് കണക്ട് ചെയ്യുന്ന കുറച്ച് ക്ലൂസ് കൂടെ നമുക്ക് ഈ ഒരു സമയത്ത് നോക്കാം. നിങ്ങളുടെ വ്യക്തിയായിട്ടാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആയിട്ടാണെന്നുണ്ടെങ്കിലും ഈ ഒരു ക്ലൂസ് കൂടെ എത്രത്തോളം കണക്ട് ആവുന്നുണ്ട് എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യാം. ആലപ്പുഴ എന്നൊരു ഡിസ്ട്രിക്റ്റ് വന്നിട്ടുണ്ട്. ആയില്യം സ്റ്റാർ ആണ്. എച്ച് എന്നൊരു ലെറ്റർ. 28 വിർഗോ. പത്തനംതിട്ട 38. ആർ എന്നൊരു ലെറ്റർ. ഒ എന്നൊരു ലെറ്റർ. ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റ്. മെയ് എന്നൊരു മന്ത്. ജെമിനി. ടോറസ്. ഒക്ടോബർ മന്ത്. സെപ്റ്റംബർ. ആർ എന്നൊരു ലെറ്റർ അഗെയിൻ വന്നിട്ടുണ്ട്. വയനാട്. വിത്തിൻ 3 months കാണിക്കുന്നുണ്ട് ചിലവരുടെ കേസിൽ. അശ്വതി. ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റ്. എച്ച് എന്നൊരു ലെറ്റർ. എസ് എന്നൊരു ലെറ്റർ. എച്ച് ഒക്കെ അഗെയിൻ വന്നിരിക്കുന്നതാണ്. 7 എന്നൊരു നമ്പർ വന്നിട്ടുണ്ട്. 7 days ആയിട്ട് നിങ്ങൾക്ക് എടുക്കാം. ചോതി. ലിബ്ര. വയനാട് അഗെയിൻ വന്നിട്ടുണ്ട്. 1986. ജാനുവരി മന്ത്. 40 എന്നൊരു നമ്പർ. 27. ലാസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് ഡി എന്നൊരു ലെറ്റർ ആണ്. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു ക്ലൂസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. ഈ ഒരു ക്ലൂസ് മാത്രമല്ല, ഇതിൽ വന്നിരിക്കുന്ന എനർജീസും സിറ്റുവേഷൻസും എല്ലാം നിങ്ങൾ കണക്ട് ചെയ്ത് നോക്കണം. റെസനേറ്റ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു ഗൈഡൻസ് ആയിട്ട് പോസിറ്റീവ് ആയിട്ട് തന്നെ എടുക്കുകയും ചെയ്യാം. അപ്പൊ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങളിലേക്ക് നിങ്ങൾ വരുമ്പോൾ നന്നായിട്ട് ഇതൊരു ഗൈഡൻസ് ആയിട്ട് എടുത്ത് ചിന്തിച്ചതിന് ശേഷം മാത്രം ചെയ്യുക. അപ്പൊ വീണ്ടും നാളെ നല്ലൊരു റീഡിംഗുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഒരുപാട് നന്ദി.